അന്യസ്ഥലത്ത് 1000 ദിവസങ്ങൾ ആയിരിക്കുന്നതിനേക്കാൾ അങ്ങയുടെ ആലയത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് എത്രയോ അഭികാമ്യമാണ്. പ്രിയപ്പെട്ട മകനെ മകളെ, നിങ്ങൾ കർത്താവിന്റെ ആലയത്തിലാണ്. പ്രതികൂലമായ ഈ കാലാവസ്ഥയിലും ഈശോയുടെ സാന്നിധ്യം തേടിയെത്തിയ മക്കളാണ്. കർത്താവിന്റെ ചാരത്ത് ഇരിക്കുന്നവരാണ്. ഈ സന്ധ്യാനേരത്ത് കർത്താവിന്റെ അനുഗ്രഹം മഴ പോലെ നമ്മിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും പെയ്തിറങ്ങും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിന്റെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അവളുടെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചോളമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. സ്തുതി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുന്നേ. നിങ്ങൾക്ക് കേൾക്കാമോ? പുറകിലൊക്കെ കേൾക്കാമോ? സ്റ്റേഷനൊക്കെ കേൾക്കാമോ? അവിടെ കേൾക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ജാഗരണ പ്രാർത്ഥന കുറച്ചു സമയം മാത്രമേ ഉണ്ടായിരിക്കൂ. അപ്പോൾ വളരെ പ്രതികൂലമായ കാലാവസ്ഥയായതുകൊണ്ട് ഇന്ന് രാത്രിയിലുള്ള ദിവ്യപൂജ ഉണ്ടായിരിക്കുകയില്ല. അപ്പം നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ ആരാധന നടത്തി ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കും. ഞാനത് പറയുന്നത് നിങ്ങൾ ധൃതി പിടിച്ചാലും പോകണ്ട, നിങ്ങൾ നേരത്തെ ഞാൻ വിട്ടോളാം. നിങ്ങൾ പെട്ടെന്ന് പോകാനായിട്ട് പോകണ്ട. മഴയൊക്കെ തോരുമ്പോഴേക്കും അധികം താമസിക്കാതെ നിങ്ങളെ ഇന്ന് വിടുന്നതാണ്. അപ്പം അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം ആളുകൾ ദേവാലയത്തിന്റെ അകത്ത് ആയിരിക്കുക. അടുത്ത് ഇരിക്കാൻ പറ്റുമെങ്കിൽ അടുത്തേക്ക് ഇരിക്കുക. നമ്മൾ ഇന്ന് ഈ രാത്രിയിൽ കർത്താവിനോട് ചേർന്ന് ദൈവത്തിന്റെ കൃപയും ശക്തിയും സ്വീകരിക്കാൻ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ മഴയുടെ അപ്പുറത്ത് നിൽക്കണം നിങ്ങളുടെ ശബ്ദം, എങ്കിലേ നിങ്ങൾ പറയുന്നതായിട്ട് എനിക്ക് കേൾക്കൂ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവവചനത്തിലൂടെ പരിശോധിക്കാൻ പോകുന്നത് രാത്രിയിൽ ദൈവത്തെ ആരാധിച്ചവരെ കുറിച്ചാണ്. രാത്രിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച ചില വ്യക്തികളെ നമ്മൾ തിരുവചനത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമുക്ക് രാത്രിയിൽ ദൈവത്തെ ആരാധിച്ച, രാത്രിയിൽ ദൈവസന്നിധിയിലായിരുന്ന, ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ ശ്രമിച്ച, രാത്രിയിൽ ദൈവത്തെ ആരാധിച്ച വ്യക്തികളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഒന്നാമതായിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച ഒരാളാണ് ഈശോ. ഈശോ എപ്പോഴാണ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത്? നിങ്ങൾക്കറിയാമോ? ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. ശ്രദ്ധിച്ചിരിക്കുക. ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായത്തിലാണ് ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതായി നമ്മൾ ബൈബിളിൽ ഒരു ഭാഗത്ത് കാണുന്നത്. ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയാമോ? ഇതിനായിരുന്നു ഈശോ ലൂക്ക 6-ാം അധ്യായത്തിൽ ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതായി ബൈബിൾ പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാനാണ്. എന്തിനാണ്? ഉച്ചത്തിൽ പറഞ്ഞേ. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത്. അപ്പൊ ശ്രദ്ധിച്ചിരുതേ, അതിനകത്ത് നമുക്ക് ഒരു നല്ല പാഠം കർത്താവ് പറഞ്ഞു തരാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം. ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ഇങ്ങനെയാണ് ആ ഭാഗം പറയുന്നത്. ആ ദിവസങ്ങളിൽ അവൻ ഒരു മലമുകളിലേക്ക് പോയി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ഒരു യഹൂദന്റെ രാത്രി ആരംഭിക്കുന്നത് എത്ര മണിക്കാണെന്നറിയാമോ? എപ്പോഴാണ് നമ്മുടെ രാത്രി ആരംഭിക്കുന്നത്? എപ്പോഴാ? 8 മണിക്കാണ്. നമ്മുടെ രാത്രി എപ്പോഴാണ് ആരംഭിക്കുന്നത്? പാതിരാത്രി. എപ്പോഴേ? 6 മണി. ഒരു യഹൂദന്റെ രാത്രി ആരംഭിക്കുന്നത് വൈകിട്ട് 6 മണിക്കാണ്. രാത്രി അവസാനിക്കുന്നത് രാവിലെ 6 മണിക്കും. അപ്പൊ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു? വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു? 12 മണിക്കൂർ. 12 മണിക്കൂർ യേശു പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ്? ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ. എത്ര ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു? 12. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ ഈശോ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു? 12 മണിക്കൂർ പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കാം. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ ഈശോ 12 മണിക്കൂർ പ്രാർത്ഥിച്ചു. ഈ 12 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് എന്നെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തിയ ഒരു സാഹചര്യം,
ഈ 12 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ഈശോ തെരഞ്ഞെടുത്തത് ആരെയാ? ആ നാട്ടിലെ ഏറ്റവും കൊള്ളരുതാത്ത, അഡ്രസ് ഇല്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, പ്രത്യേകിച്ചൊരു കൾച്ചർ ഇല്ലാത്ത സാധാരണക്കാരായ ആളുകളെയാണ് ഈശോ 12 മണിക്കൂർ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തത്. ആ 12 പേരും ലോകത്തിന്റെ കണ്ണിൽ വലിയ മെച്ചപ്പെട്ട ആളുകളായിരുന്നില്ല. ശ്രദ്ധിച്ചു കേൾക്കുക. എന്നാൽ നിങ്ങൾക്കറിയാം, എനിക്കും നിങ്ങൾക്കും അറിയാം, ലോക ചരിത്രത്തിന്റെ ഗതി മാറ്റിമറിച്ച 12 പേരാണത്. ലോകത്തിന്റെ തലവര മാറ്റി എഴുതിയ 12 പേരാണത്. പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും ഇന്ത്യയിലേക്ക് വന്ന മാർത്തോമാ ശ്ലീഹായും ഉൾപ്പെടെയുള്ള 12 അപ്പസ്തോലന്മാർ ലോക ചരിത്രത്തിന്റെ ഗതി തിരുത്തി എഴുതിയതാണ്. ഇന്ന് കോടാനുകോടി ക്രിസ്ത്യാനികൾ 5 ഭൂഖണ്ഡങ്ങളിലായി ലോകരാജ്യങ്ങളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ മുഴുവൻ ക്രൈസ്തവ സമൂഹത്തിന്റെയും ആരംഭം കുറിച്ചതാരാണ്? ഈശോ മിശിഹായുടെ മരണത്തിന് ശേഷം, ഉത്ഥാനത്തിന് ശേഷം, സ്വർഗാരോഹണത്തിന് ശേഷം 12 അപ്പസ്തോലന്മാരാണ് ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ഭൂതലത്തിന്റെ അതിർത്തികൾ വരെയും സുവിശേഷവുമായിട്ട് യാത്ര തിരിച്ചത്, അല്ലെ? അപ്പോ 12 പേരെ തിരഞ്ഞെടുക്കാൻ ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചിട്ടെ, ഈ രാത്രി മുഴുവൻ 12 പേരെ തിരഞ്ഞെടുക്കാൻ 12 മണിക്കൂർ പ്രാർത്ഥിച്ച് ഈശോ എടുത്ത തീരുമാനം തെറ്റിയോ? തെറ്റിയില്ല. അത് ലോകത്തെ ഏറ്റവും ഉത്തമമായ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ രാത്രിയിൽ ഈ ജാഗരണ പ്രാർത്ഥനയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള രാത്രി ആരാധനകളിൽ വരുമ്പോൾ, ഈ ആരാധനയ്ക്ക് ശേഷം നാളെ പ്രഭാതം മുതൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ തലവര മാറ്റി എഴുതുന്ന തീരുമാനങ്ങളാവാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് നിങ്ങൾ മടങ്ങിപ്പോയതിനു ശേഷം നിങ്ങൾ നാളെ പ്രഭാതം മുതൽ നിങ്ങളുടെ ജീവിതം ആരംഭിക്കുമ്പോൾ, ഈ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന, നിങ്ങൾ കൈക്കൊള്ളുന്ന, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ തലവര മാറ്റി എഴുതുന്ന തീരുമാനങ്ങളാവാമെന്നാണ് രാത്രി 12 മണിക്കൂർ പ്രാർത്ഥിച്ച് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ഈശോ പഠിപ്പിക്കുന്നു. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ രാത്രി നമ്മൾ ഈ ജാഗരണ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, ഭയങ്കര മഴയാണ്, എങ്ങനെ തിരിച്ചു പോകും, ഈ രാത്രി ഞാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? 84-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. ഉച്ചത്തി പറഞ്ഞേ, സങ്കീർത്തനം എത്ര അധ്യായം? 84 വാക്യം പഠിക്കാൻ പോവാണ്. 84-ാം സങ്കീർത്തനം വാക്യം 10. ഉച്ചത്തി പറഞ്ഞേ, സങ്കീർത്തനം 84 വാക്യം. ഞാൻ പറഞ്ഞു തരാം, ഏറ്റു പറയണം. അന്യസ്ഥലത്ത് 1000 ദിവസങ്ങൾ ആയിരിക്കുന്നതിനേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് എത്രയോ അഭികാമ്യമാണ്. ചൊല്ലി പറഞ്ഞ, അന്യസ്ഥലത്ത് മഴ കേൾക്കുന്നില്ലോ. അന്യസ്ഥലത്ത് 1000 ദിവസങ്ങൾ ആയിരിക്കുന്നതിനേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് എത്രയോ അഭികാമ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ രാത്രിയിൽ കർത്താവിന്റെ ആലയത്തിൽ പരിശുദ്ധ കുർബാന ഈശോയുടെ മുമ്പിലായിരുന്നു നമ്മൾ ഇവിടെ ആയിരുന്നു പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, വിശ്വസിച്ചുകൊള്ളുക, നാളെ മുതലുള്ള നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറും. നമ്മളെടുക്കുന്ന ഒരു ചെറിയ തീരുമാനം തെറ്റിയാൽ ജീവിതത്തിന്റെ തലവര തിരുത്തി എഴുതപ്പെടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു സാഹചര്യം ഞാൻ പറയാം. അതായത്, വളരെ നന്നായി ജീവിച്ചിരുന്ന ചില വ്യക്തികൾ ഒരു സ്ഥലത്ത് നിന്ന് വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോയി വീട് വെച്ച് താമസിക്കാൻ തുടങ്ങി. ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ഈ സ്ഥലം മാറി അടുത്ത സ്ഥലത്ത് ചെന്ന ദിവസം മുതൽ അവരുടെ ജീവിതം തകരാൻ തുടങ്ങി. ഒരു തീരുമാനം എടുത്താണ്, ഇവിടുന്ന് മാറി വേറൊരു സ്ഥലത്ത് താമസിക്കാം. പക്ഷേ ആ താമസിക്കാൻ തുടങ്ങിയ ദിവസം മുതൽ അവരുടെ ജീവിതത്തിന്റെ തകർച്ചകൾ ആരംഭിക്കാൻ തുടങ്ങി. ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതായത്, ഒരുപാട് ആഗ്രഹിച്ച്, ഒരുപാട് കാലത്തെ ആഗ്രഹത്തിനും പ്രതീക്ഷകൾക്കും ശേഷം ഒരു കുടുംബം ഒരു വാഹനം വാങ്ങിക്കുന്നു. തൊട്ടടുത്ത ആഴ്ചയിൽ ആ വാഹനം അപകടത്തിൽപ്പെട്ട് അതിൽ ആ കുടുംബത്തിൽ ഒരാൾ മരണപ്പെടുന്നു. ഒരു തീരുമാനമാണ്, ഒരു വാഹനം വാങ്ങിക്കുക. ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിന്റെ ഒരാഴ്ചക്കുള്ളിൽ 7 ദിവസങ്ങൾക്കപ്പുറത്ത് കുടുംബത്തിൽ ഒരാളെ മരണം കൊണ്ടുപോകുന്നു. ഒരു കുഞ്ഞിനെ, നന്നായിട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ ഏതെങ്കിലും ഒരു കലാലയത്തിലേക്ക്, ഒരു കോളേജിലേക്ക് അഡ്മിഷൻ വാങ്ങി പഠിക്കാനയച്ചു. ആ കോളേജിൽ എത്തിപ്പെട്ട് നാളുകൾ കഴിയും മുമ്പ് ഈ കുട്ടി വഴിപിഴച്ച് മാതാപിതാക്കൾക്ക് തോരാത്ത കണ്ണുനീരിന് കാരണമായി
മാതാപിതാക്കളെ സങ്കടത്തിലാഴ്ത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു തീരുമാനം എടുത്താണ് ഈ കുട്ടിയെ ഈ കോളേജിൽ പഠിപ്പിക്കാം, ഈ സ്ഥലത്ത് താമസിക്കാം, ഈ ജോലി സ്വീകരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഏർപ്പെടാം. ഒരു തീരുമാനം ശരിയായ തീരുമാനം അല്ലെങ്കിൽ ആ തീരുമാനം കൊണ്ട് നമ്മുടെ ജീവിതം തകരും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ? നമ്മൾ എടുക്കുന്ന തീരുമാനം കറക്റ്റ് അല്ലെങ്കിൽ ആ ഒരൊറ്റ തീരുമാനം കൊണ്ട് ജീവിതത്തിന്റെ സ്വസ്ഥത, സമാധാനം നഷ്ടപ്പെടില്ലേ? നഷ്ടപ്പെടാം. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാൻ പാടുണ്ടോ? തെറ്റരുത്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവം ആഗ്രഹിക്കാത്ത തീരുമാനങ്ങൾ ആകരുത്. നമ്മൾ ഏറ്റെടുക്കുന്ന തീരുമാനങ്ങളിൽ സ്വർഗത്തിന്റെ ആശീർവാദം ഉണ്ടാവണം. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ദൈവദൂതന്മാർ കാവൽ നിൽക്കണം. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ ജീവചരിത്രം തിരുത്തി എഴുതുന്ന തീരുമാനങ്ങളാവണം. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് കുടുംബാംഗങ്ങളിൽ അഭിഷേകവും കൃപയും വെളിപ്പെടണം. അതിന് നമ്മളെ ആര് സഹായിക്കും? കർത്താവിന്റെ ആലയത്തിൽ ഈ രാത്രി ആയിരിക്കുന്നത്. സുവിശേഷം പറയുന്നു, രാത്രി മുഴുവൻ ദൈവത്തെ ആരാധിച്ചിട്ട് ഈശോ എടുത്ത തീരുമാനം ലോകത്തിന്റെ ഭാഗധേയം മാറ്റി എഴുതിയ തീരുമാനമായിട്ട് മാറി. അതുകൊണ്ട് ഈ രാത്രിയിൽ കർത്താവിന്റെ ആലയത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ കുടുംബത്തിന്റെ തീരുമാനങ്ങളെ ദൈവം ആശീർവദിക്കും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അത് വിശ്വസിച്ചോളുക. ഒരു വചനം പറയുമ്പോൾ അത് നിങ്ങൾ ഏറ്റെടുക്കണം, അത് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളത് വിശ്വസിച്ചോ. ഈ രാത്രിയിൽ കർത്താവിന്റെ അങ്കണത്തിൽ ഇരുന്നിട്ട് നാളെ മുതൽ നീ എടുക്കുന്ന തീരുമാനങ്ങളിൽ സ്വർഗത്തിന്റെ ആശീർവാദം ഉണ്ടാവും. അത് നീ വിശ്വസിക്കും, അത് നീ ഏറ്റെടുക്ക്. നിന്റെ കുടുംബത്തിൽ അത് സംഭവിക്കും. കണ്ണടച്ച് രണ്ട് കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് വരുത്തിക്കേ. നമ്മൾ നാളെ മുതൽ ജീവിതത്തെ കൈക്കൊള്ളാൻ പോകുന്ന എല്ലാ തീരുമാനങ്ങളെയും കർത്താവിന് കൊടുത്തേ. ദൈവമേ, ഒരു തീരുമാനവും തെറ്റരുത്. കർത്താവേ, ഒരു തീരുമാനത്തിലും അബദ്ധം വരരുത്. ഞങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനത്തിലും പാളിച്ച വരരുത്. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിക്ക്, കണ്ണടച്ച്, എന്നിട്ട് ഉച്ചത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്വർഗത്തിന്റെ സഹായത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും എടുക്കുമ്പോൾ തെറ്റിപ്പോകാതിരിക്കാൻ കാവൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അബദ്ധങ്ങളിലേക്ക്, കർത്താവെ, തകർച്ചകളിലേക്ക്, എടുക്കുന്ന തീരുമാനങ്ങളുടെ അറ്റത്ത് കാത്തിരിക്കുന്ന ദുരന്തങ്ങളിലേക്ക് ഞങ്ങൾ പതറി വീഴാൻ ഇടയാകാതെ ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ കൃപ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തമായ കൃപയിൽ അഭിഷേകത്തിലും ഓരോ ദിവസവും എല്ലാ തീരുമാനങ്ങളും, ചെറുതും വലുതുമായ സകല തീരുമാനങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കുന്നത് കുടുംബത്തിന്റെ അഭിഷേകമായി, കുടുംബത്തിന്റെ അനുഗ്രഹമായി, തലമുറകൾക്ക് കൃപയായി, ഈ ലോകത്തിലും നിത്യതയിലും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തീരുമാനങ്ങളായി മാറാൻ കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്ത്രീജ മക്കളെ അകരം തുറന്ന് കർത്താവിനെ വിളിച്ച് വിളിച്ച് ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച ഒരാള് ആരാണ്? ഈശോയാണ്. ഈശോ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ്? ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത്. ഇനി രണ്ടാമത് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച ഒരു വ്യക്തിയെ നമ്മൾ ബൈബിളിൽ നിന്ന് കാണാൻ പോവുകയാണ്. അത് ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിലാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിൽ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച ബൈബിളിലെ മറ്റൊരു വ്യക്തി യാക്കോബാണ്. ആരാണ്? യാക്കോബാണ്. യാക്കോബ് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാനുണ്ടായ സാഹചര്യം ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. യാക്കോബ് ആരുടെ മകനായിരുന്നു? ആരുടെയോ മകൻ. ആരുടെ മകനായിരുന്നു? ഇസഹാക്കിന്റെയും റബേക്കായുടെയും മകനായിരുന്നു യാക്കോബ്. അപ്പോ യാക്കോബിന് ഒരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നു. ആരാണത്? എന്തോന്ന്? ഉസ്താദോ? ആരാ? ഏസാവ്. ഏസാവാണ് യാക്കോബിന്റെ സഹോദരൻ. അപ്പോൾ ഇവർ ഇരട്ടകളാണ്. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കുതികാലിൽ പിടിക്കുന്നവൻ എന്നാണ്, വഞ്ചിക്കുന്നവൻ എന്നാണ്, കാല് വാരുന്നവൻ എന്നാണ് യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. ശ്രദ്ധിച്ചിരുന്നേ. അതിന്റെ കാരണം യാക്കോബ് ചെറിയ പ്രായം മുതൽ, ജനനം മുതൽ ഇവൻ ചതിയുടെ, വഞ്ചനയുടെ വഴിയിലൂടെയാണ് വളർന്നു വന്നത്. അങ്ങനെ ഇരിക്കുമ്പോ അമ്മയ്ക്ക് ഈ രണ്ട് മക്കളിൽ ആരോടായിരുന്നു സ്നേഹം കൂടുതൽ? യാക്കോബിനോടാണ്. ഏസാവിനേക്കാൾ കൂടുതൽ അമ്മയ്ക്കിഷ്ടം യാക്കോബിനോടായിരുന്നു. മക്കളെ തരം തിരിച്ച് സ്നേഹിക്കുമോ നിങ്ങൾ? നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ടുപേരെ രണ്ടായിട്ടാണോ സ്നേഹിക്കുന്നത്? എന്നോട് പല പിള്ളേരും പറഞ്ഞിട്ടുണ്ട്, എന്റെ അമ്മയ്ക്ക് എന്നെക്കാൾ ഇഷ്ടം അനിയനെയാണ്, ചേച്ചിയാണ്. ചുമ്മാ പറയുന്നതായിരിക്കും അല്ലേ? മക്കളെ തരം തിരിച്ച് സ്നേഹിക്കുമോ നിങ്ങൾ? ഇല്ല അല്ലേ? ഇല്ല. അങ്ങനെ സ്നേഹിച്ചാൽ
രണ്ട് പ്രശ്നമുണ്ടാവും. പക്ഷപാതപരമായി മക്കളെ സ്നേഹിച്ചാൽ, മക്കളോട് പാർഷ്യലായിട്ട് ഇടപെട്ടാൽ, ഉദാഹരണത്തിന് 10 സെന്റ് സ്ഥലമുണ്ട്, ഒരുത്തിന് 2 സെന്റും മറ്റവന് 8 സെന്റും കൊടുത്താൽ എന്നാ സംഭവിക്കുമെന്ന് ഞാൻ പറയാം. എന്നാ സംഭവിക്കും? അവന് കുറഞ്ഞു പോകുമല്ല. എന്നാ സംഭവിക്കുമെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ചേ. യാക്കോബിനോട് ഈ അമ്മ കൂടുതൽ സ്നേഹം കാണിച്ചതുകൊണ്ട് സംഭവിച്ചെന്താന്ന് വെച്ചാൽ 2 പ്രശ്നം സംഭവിച്ചു. ഒന്ന്, ആരെയാണോ കൂടുതൽ സ്നേഹിച്ചത് ആ യാക്കോബ് 20 വർഷത്തേക്ക് പിന്നീട് അമ്മയ്ക്ക് അവനെ കാണാൻ കിട്ടിയില്ല. ആരോടാണോ കൂടുതൽ പക്ഷപാതപരമായ സ്നേഹം കാണിച്ചത് ആ യാക്കോബ് 20 വർഷത്തേക്ക് വീട്ടിൽ നിന്ന് ഒളിച്ചോടി മാറി നിൽക്കേണ്ടി വന്നു. തിരിച്ചു വരുമ്പോ അമ്മ ജീവനോടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ അമ്മ ആരെയാണോ കൂടുതൽ സ്നേഹിച്ചത് അവിടുന്നാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സങ്കടം കിട്ടിയത്. ഒന്ന്. 2, മക്കളെ തരംതിരിച്ച് സ്നേഹിച്ച ഈ അമ്മയ്ക്ക് സംഭവിച്ചത് മക്കള് തമ്മിൽ ശത്രുക്കളായി. ഇപ്പൊ ഒരമ്മ ഒരപ്പൻ മക്കളെ പാർഷ്യലായിട്ട് സ്നേഹിച്ചാൽ മക്കള് തമ്മിൽ അടിച്ചു പിരിയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ആ വെളിച്ചം കിട്ടാതെ പോയ റബേക്ക എന്ന് പറയുന്ന അമ്മ യാക്കോബിനോട് കൂടുതൽ സ്നേഹം കാണിച്ചു. അതുകൊണ്ട് അപ്പന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഏസാവിനെ കളിപ്പിച്ച് കാട്ടിലേക്ക് വിട്ടിട്ട് യാക്കോബിന്റെ കയ്യിൽ ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തുവിട്ട് ചതിയിലൂടെ അപ്പന്റെ കയ്യിൽ നിന്ന് അമ്മ ഇളയ മകൻ അനുഗ്രഹം വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഏസാവ് കാട്ടിൽ നിന്ന് വരുമ്പോൾ സത്യാവസ്ഥ അറിയുമ്പോൾ അയാൾ നായാട്ടുകാരനാണ്. അയാളുടെ കയ്യിൽ അമ്പും വില്ലും ആയുധങ്ങളും ഒക്കെ ഉണ്ട്. അയാൾ ശാന്ത സ്വഭാവമുള്ള ആളല്ല. അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് ഈ മനുഷ്യൻ യാക്കോബിനെ എന്ത് ചെയ്യും? കൊല്ലും. അത് അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അമ്മ എന്നാ ചെയ്തെന്നറിയാമോ? അമ്മ ഇളയ മകനെ വിളിച്ചിട്ട് പറഞ്ഞ, മക്കളെ, പെട്ടെന്ന് ആലോചിക്കാതെ ഒരു അവിവേകത്തിൽ അമ്മ ഒരു തീരുമാനം എടുത്താണ്. പക്ഷെ അബദ്ധം പറ്റിപ്പോയി. നിന്റെ ചേട്ടൻ കാട്ടിൽ നിന്ന് വരുമ്പോ നിന്നെ തട്ടിക്കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മോൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ യാക്കോബ് വീട്ടിൽ നിന്നും ഒളിച്ചോടുകയാണ്. ശ്രദ്ധിച്ചിരുന്നേ, വീട്ടിൽ നിന്നും ഈ മനുഷ്യൻ ഒളിച്ചോടി പോവുകയാണ്. അപ്പൊ അമ്മ പറയും, എവിടേക്കാ പോകേണ്ടത്? എവിടേക്കാണ് പോകേണ്ടത്? പോകേണ്ടത് എവിടേക്കാണ്? എവിടെയാ? ആമയുടെ അടുത്ത്. അമ്മയുടെ സഹോദരന്റെ വീട്ടിലേക്കാണ്. അമ്മയുടെ സഹോദരൻ, അമ്മയുടെ ആങ്ങളുടെ അടുത്തേക്കാണ് പോകേണ്ടത്. അപ്പോ അമ്മയുടെ സഹോദരന്റെ പേരെന്താണ്? ലാബാൻ എന്ന് പേരുള്ള അമ്മയുടെ സഹോദരന്റെ അടുത്തേക്കാണ് പോകേണ്ടത്. അപ്പൊ ഈ യാക്കോബ് നേരത്തെ പോയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇന്നത്തെ പോലാണോ? വണ്ടിയൊക്കെ ഉണ്ടോ? മൊബൈൽ ഫോൺ ഉണ്ടോ? വിളിച്ചു പറയുന്നത് മോൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. നേരത്തെ പോയിട്ടില്ല. കാരണം നമ്മള് പോകുന്നത് പോലെ പോകാൻ പറ്റുന്ന യാത്രാ സൗകര്യങ്ങളോ ദൂരം കുറവോ ഒന്നുമില്ല. എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുള്ള കാലമാണ്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ആദ്യമായിട്ട് അമ്മാവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്നത് നടന്നാണോ ഓടിയാണോ? നടന്നു പോകാൻ പറ്റുമോ? ഓടിയാ പോകുന്നത്. കാരണം എന്നാ? പുറകെ ഒരുത്തം വരാൻ സാധ്യതയുണ്ട്. ആരാണ്? ചേട്ടൻ. അതുകൊണ്ട് വെപ്രാളപ്പെട്ട് ഓടുക. അങ്ങനെ ഓടുന്ന സമയത്ത് വഴിയൊന്നും അറിയാൻ പാടില്ല. കിട്ടിയ വഴിയിലൂടെ ഓടി. അങ്ങനെ ഓടുന്ന സമയത്ത് ഏതാണ്ട് 30 കിലോമീറ്റർ ഇയാൾ യാത്ര ചെയ്തു. ഒരു മനുഷ്യൻ ശരാശരി യാത്ര ചെയ്യുന്ന ഒരു നടപ്പ് ദൂരമാണ് 30 കിലോമീറ്റർ. അങ്ങനെ 30 കിലോമീറ്റർ യാത്ര ചെയ്ത് സന്ധ്യയായപ്പോൾ ഇദ്ദേഹം ബഥേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തി. അവിടെ എത്തിയപ്പോ സന്ധ്യയായി. ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ വഴി അടഞ്ഞു നിൽക്കുന്ന സമയത്ത് വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഒരു കല്ല് തലയണയാക്കി അവിടെ കിടന്നുറങ്ങി. അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് യാക്കോബ് ഒരു ദർശനം കണ്ടു. ശ്രദ്ധിച്ചിരിക്കണം. യാക്കോബ് ഒരു ദർശനം കണ്ടു. ദർശനം ഇതാണ്: സ്വർഗം വരെ മുട്ടുന്ന നീളമുള്ള ഒരു ഏണി, സ്വർഗത്തിലേക്ക് ചാരി വെച്ചിരിക്കുന്ന ഒരു ഏണി. ഏണിയുടെ മുകളറ്റത്ത് ദൈവം, പിതാവായ ദൈവം,
ഏണിയിലൂടെ, ഈ ഗോവണിയിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഗോവണിയുടെ മുകളറ്റത്ത് നിൽക്കുന്ന ദൈവമായ കർത്താവ് പറയുന്നു, നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമാണ് ഞാൻ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദർശനം. ശ്രദ്ധിച്ച് കേൾക്കുക, ഇതാണ് ദർശനം. ദർശനം എന്താണ്? വലിയ ഒരു ഏണി. ആ ഏണിയുടെ മുകളറ്റത്ത് നിൽക്കുന്ന പിതാവായ ദൈവം പറയുന്നു, നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമാണ് ഞാൻ. അപ്പൊ ഈ ദർശനം കണ്ട് ദർശനത്തിന്റെ അർത്ഥം യാക്കോബിന് മനസ്സിലായി. എന്താണ് ദർശനത്തിന്റെ അർത്ഥം? വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഈ ദർശനത്തിന്റെ അർത്ഥം പറയാൻ പോവാണ്. സ്വർഗം മുഴുവൻ, സ്വർഗം വരെ മുട്ടുന്ന അത്രയ്ക്കും നീളമുള്ള ഒരു ഏണി. അപ്പൊ ഭയങ്കര നീളമുള്ള ഒരു ഏണി എന്നല്ല അതിന്റെ അർത്ഥം. ഒരു ശരാശരി ഏണി വെച്ചാൽ തൊടാവുന്ന അത്ര താഴേക്ക് ഈ ചെറുപ്പക്കാരന് വേണ്ടി സ്വർഗം ഇറങ്ങി വന്നു. അപ്പൊ ഒരു ഏണി വെച്ചാൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇവിടെ നിന്ന് ഈ മേൽക്കൂര കാണാൻ പറ്റുന്ന പോലെ, ഒന്ന് മേലോട്ട് നോക്കിയാൽ എല്ലാവരും നോക്കിയേ, കാണാൻ പറ്റുമോ? ലൈറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലേ? നാളെ ചൈതന്യ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യണം. കയറിലോ എല്ലാം പോയി കാണാൻ പറ്റുന്നുണ്ടോ? മേളിൽ ഉണ്ട്. അപ്പോ ഇതുപോലെ കാണാം. മേളിൽ ആ ലൈറ്റ് ഇരിക്കുന്ന ഭാഗത്ത് ആര് നിൽക്കുകയാണ്? യേശു. അപ്പൊ ആ ദൈവം നിൽക്കുകയാണ്, പിതാവായ ദൈവം മേളിൽ. അവിടെ നിന്നുകൊണ്ട് പിതാവ് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഞാൻ നിന്റെ അപ്പനായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമാണ്. ഇത് ഓർത്തിരിക്കണം, ഞാൻ ചോദിക്കും. അപ്പൊ ഇവിടെ നിൽക്കുമ്പോ യാക്കോബിന് കാണാം മേളിൽ എന്താണ്? ഏണിയോ? സ്വർഗം. മേളിൽ സ്വർഗം. സ്വർഗം ഒരു ഏണി വെച്ചാൽ തൊടാവുന്ന അത്ര താഴേക്ക് സ്വർഗം ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പൊ മേളിൽ നോക്കിയാൽ എന്ത് കാണാം? സ്വർഗം കാണാം. എന്താണ് ദർശനത്തിന്റെ അർത്ഥം? യാക്കോബ് ഇപ്പോൾ നിൽക്കുന്നത് എവിടാ? വീട്ടിലാണോ വഴിയിലാണോ? വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? കൊല്ലാനൊരുത്ത വീട്ടിൽ നിൽപ്പുണ്ട്. ഈ ചെല്ലേണ്ട സ്ഥലത്ത് എത്തിയോ? ഇനി എത്ര ദൂരം കൂടെ ഉണ്ട്? ഇനി ഒരു ദിവസം കൂടെ പോയാലേ അവിടെ എത്തും. പകുതി വഴിയായിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ഇവൻ നിൽക്കുന്ന എവിടാ? വഴി, നടു റോഡിൽ നിൽക്കുകയാണ്, പെരുവഴി നിൽക്കുകയാണ്. വീട്ടിലോട്ട് അങ്ങോട്ടും പോകാൻ പറ്റില്ല, അങ്ങോട്ടൊട്ട് എത്തിയിട്ടില്ല. ശ്രദ്ധിച്ചിരിക്കണം. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയും ചെയ്തു, അവിടെ അങ്ങോട്ട് ചെന്നിട്ടുമില്ല. പലരുടെ അവസ്ഥ ഇതല്ലേ? കുടുംബത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങുകയും ചെയ്തു, കെട്ടിയോനൊട്ട് സ്നേഹിക്കുന്നുമില്ല. അല്ലേ ചേച്ചി? സംഭവം അതല്ലേ? അതായത് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയും ചെയ്തു. അപ്പൊ അന്ന് ഭയങ്കര കാര്യമെന്ന് വിചാരിച്ച് ഇറങ്ങിയത് ഇല്ലേ? കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സംഭവമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ഇനി അവര് കയറ്റുമോ? അങ്ങോട്ട് പോകാൻ പറ്റുമോ? പോയി 2 ദിവസം നിന്ന് നോക്കണം, അന്നേരം അറിയാം. 3-ാം ദിവസം അവർ ചോദിക്കും, പോകുന്നില്ലേന്ന് ചോദിക്കും. അപ്പോ വീട്ടിൽ നിന്നൊട്ട് ഇറങ്ങുകയും ചെയ്തു, എത്തേണ്ടടുത്തൊട്ട്. അതല്ലയോ നമ്മുടെ അവസ്ഥ? അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ. അങ്ങനെ കിടക്കുന്ന ആൾക്ക് വേണ്ടി സ്വർഗം ഒരു ദർശനം വെളിപ്പെടുത്തി. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, ലാബാന്റെ വീട്ടിൽ എത്തിയിട്ടുമില്ല, അപ്പൻ ദൂരെയാണ്, അമ്മ ദൂരെയാണ്, വീട് ദൂരെയാണ്, എത്തിപ്പെടാൻ പറ്റാത്ത അത്ര അകലത്തേക്ക് മാറി വന്ന, ദൂരെ കൂടിപ്പോയ ഒരു ചെറുപ്പക്കാരനോട് കർത്താവ് പറയുകയാണ്, ശ്രദ്ധിക്കുക, നിന്റെ വീട് ദൂരെയാണ്, നിന്റെ അപ്പൻ ദൂരെയാണ്, പക്ഷേ വീട് ദൂരെയാണെങ്കിലും സ്വർഗം വളരെ അടുത്താണ്. അപ്പൻ ദൂരെയാണെങ്കിലും അപ്പന്റെ ദൈവം വളരെ അടുത്താണ്. ശ്രദ്ധിച്ച്, ഈ രാത്രിയിൽ ഈശോയുടെ അടുത്ത് ഇരിക്കുമ്പോ നിന്റെ ഭർത്താവ് നിന്റെ മനസ്സിൽ നിന്ന് ഒത്തിരി ദൂരെയായിരിക്കും, സ്നേഹത്തിൽ ഒത്തിരി ദൂരെയായിരിക്കും. അപ്പനമ്മമാര് മരിച്ചു പോയിട്ടുണ്ടാവും. നിന്നെ താങ്ങാനും കരുതാനും വഴി നടത്താനും നിനക്ക് ഉറ്റവരും ഉടയവരുമായി ആരുടെയും സ്വാധീനമോ ശക്തിയോ സഹായമോ കിട്ടാത്ത അവസ്ഥയിലായിരിക്കും. ദാരിദ്ര്യത്തിൽ നീ ഒറ്റപ്പെട്ട് നിൽക്കുകയായിരിക്കും.
രോഗത്തിൽ നീ തകർന്ന് നിൽക്കുകയായിരിക്കും. കടബാധ്യതയിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ഭാരിച്ച മനസ്സുമായി നീ തകർന്നു കഴിയുകയായിരിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, യാക്കോബിന് വഴിമധ്യേ വെളിപ്പെട്ട ദൈവം ഈ രാത്രിയിൽ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിന്റെ പ്രിയപ്പെട്ടവർ ദൂരെയാണെങ്കിലും നിന്റെ ദൈവം വളരെ അടുത്താണ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ ഉറ്റവരും ഉടയവരും വളരെ ദൂരെയാണെങ്കിലും നിന്റെ ദൈവം നിന്റെ വേദനകൾക്ക് വളരെ അടുത്താണ്. അതുകൊണ്ട് അത് തിരിച്ചറിയണം. ഈ രാത്രിയിൽ തകർന്നു കഴിയുന്ന ആരെങ്കിലും ഈ പ്രതികൂലാവസ്ഥയിൽ വലിയ മഴ പെയ്യുമ്പോൾ നിന്റെ വീടിന്റെ കൂര ചോരുകയാണെങ്കിൽ, ഈ 2017 കർത്താവിന്റെ ആലയത്തിൽ ഈ രാത്രിയിൽ നിന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ മകനെ മകളെ, നിന്റെ ചോരുന്ന കൂരയെ ചോരാത്ത കൂരയാക്കി നിനക്കൊരു ഭവനം തരാൻ നിന്റെ വീട്ടുകാർക്ക്, നിന്റെ ഭർത്താവിന്, ഭാര്യയ്ക്ക്, പ്രിയപ്പെട്ടവർക്ക് പറ്റിയില്ലെങ്കിലും നിന്റെ ദൈവത്തിന് പറ്റും. നിന്റെ ദൈവം വളരെ അടുത്താണ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ഏത് തകർച്ചയും, രോഗം, ബുദ്ധിമുട്ട്, വേദന, അത് കർത്താവിന് കൊടുത്ത് ഈ രാത്രിയിൽ ഹൃദയത്തിൽ ഇങ്ങനെ വിശ്വസിക്കണം, എന്റെ ദൈവം എന്റെ പ്രശ്നങ്ങളിൽ എനിക്ക് കൂടെയുണ്ട്, എന്റെ അടുത്തുണ്ട്. അപ്പനും അമ്മയും കൈവിട്ടാലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ തള്ളിക്കളയുകയില്ല എന്നരുളി ചെയ്ത തിരുവചനം ഓർക്കുക. നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ഒന്ന് കണ്ണടച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്ക്. നന്നായിട്ട് പ്രാർത്ഥിച്ച് നിന്റെ പ്രശ്നങ്ങളിൽ കർത്താവ് കൂടെയുണ്ട്. ആരെയും നോക്കണ്ട പ്രിയപ്പെട്ട മക്കളെ, അത് വിശ്വസിക്കണം, ഏറ്റെടുക്കണം. വേറെ ആരെയും നോക്കരുത്. നിന്റെ പ്രശ്നങ്ങളിൽ കർത്താവ് കൂടെയുണ്ട്. ഇന്ന് ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ. ആരാധന. ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ച മക്കളെ എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവ് ഭാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹൃദയം തകർന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കടബാധ്യതയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദാമ്പത്യത്തിൽ അസ്വസ്ഥതയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വഴിപിഴച്ചു പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മദ്യപാനത്തിന്റെ അടിമകളായവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ദുരന്തങ്ങളിലും ദുഃഖങ്ങളിലും തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ആത്മഹത്യ കരിയുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പെരുമഴ പെയ്യുന്ന കാലത്ത് കൂരയില്ലാതെ വിഷമിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ച മക്കൾ എല്ലാവരെയും വിളിച്ച് അവരെ തുറന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധന, ആരാധന. ഓരോ മകളുടെ മേലും ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ, സ്വർഗ്ഗത്തിലെ വെളിപ്പെടട്ടെ, അടഞ്ഞ വഴികൾ തുറക്കപ്പെടട്ടെ. നാമത്തിൽ ഓരോ കുടുംബത്തിന്റെ മേലും ദൈവശക്തി വ്യാപിക്കട്ടെ, ഹൃദയയുടെ ശക്തി കർത്താവിന്റെ കരം വെളിപ്പെടട്ടെ, അടഞ്ഞ വഴികൾ തുറക്കപ്പെടട്ടെ, ഹൃദയഭാരങ്ങൾ വിട്ടുപോകട്ടെ, ഹൃദയത്തിന്റെ വേദനകളിൽ കർത്താവിന്റെ കരം വെളിപ്പെടട്ടെ. അപ്പോൾ ഈ മനുഷ്യൻ, അദ്ദേഹത്തിന് മനസ്സിലായി, ചെറുപ്പക്കാരന് മനസ്സിലായി, വീട് ദൂരെയാണ്, അപ്പൻ ദൂരെയാണ്, അമ്മ ദൂരെയാണ്, പക്ഷെ ആരടുത്തുണ്ട്? ദൈവം അടുത്തുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ധൈര്യമായി അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, എന്റെ കർത്താവ് ഇവിടെയുണ്ട്, ഞാനത് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഓടി ആ അമ്മാവന്റെ വീട്ടിലേക്ക് പോയി. പിന്നീട് ഈ മനുഷ്യൻ തിരിച്ചു വരുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? ഞാൻ പറഞ്ഞായിരുന്നു, 20 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ 20 വർഷം കഴിഞ്ഞ് യാക്കോബ് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ അപ്പനും അമ്മയും മരിച്ചുപോയി. ഇപ്പൊ വീട്ടിലിപ്പോ ആരാ ഉള്ളേ? വീട്ടിൽ കെട്ടുവോ? കെറ്റാൻ സാധ്യതയില്ല. ഇയാളെ കണ്ടാൽ കൊല്ലാൻ സാധ്യതയുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ യാക്കോബ് രാത്രിയിൽ പ്രാർത്ഥിച്ചത് എന്തിനാന്ന് പറയുക. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് യാബോക്ക് എന്ന് പേരുള്ള ഒരു നദിയുടെ പേരെന്താണ്? യാബോക്ക് നദിയുടെ തീരത്ത് യാക്കോബ് നിന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഉണ്ട്, കന്നുകാലികളും മൃഗങ്ങളും സമ്പാദ്യം എല്ലാം ഉണ്ട്. ഈ സമ്പാദ്യത്തെയും ഭാര്യയും മക്കളെല്ലാം യാബോക്ക് നദിയുടെ അക്കരയ്ക്കെത്തിച്ചിട്ട് യാക്കോബ് തിരിച്ച് ഇക്കരെ വന്നു. ഇക്കരെ നിന്ന് ആ രാത്രി മുഴുവൻ യാക്കോബ് കർത്താവിന്റെ ദൂതനുമായി ഒരു മൽപിടുത്തം നടത്തിയെന്ന് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പെട്ടെന്ന് നിർത്താം, നിങ്ങളെ അധികം വിഷമിപ്പിക്കത്തില്ല അല്ലെ. മൊത്തം മഴയൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷനാണ്. ഞാൻ പെട്ടെന്ന് വിട്ടേക്കാം കേട്ടോ.
ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഏതു നദിയുടെ തീരത്താണ് യാക്കോബ് നിൽക്കുന്നത്? യാബോക്ക് നദിയുടെ തീരത്ത് നിൽക്കുമ്പോൾ ഭാര്യയും മക്കളെല്ലാം അക്കരയ്ക്ക് കയറ്റിവിട്ടിട്ട് നദിയുടെ ഇക്കര നിന്ന്, യാബോക്ക് നദിയുടെ തീരത്ത് നിന്ന് ആ രാത്രി മുഴുവൻ യാക്കോബ് ദൈവദൂതനുമായി മൽപിടുത്തം നടത്തി. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്, എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ദൈവവും യാക്കോബും തമ്മിൽ മൽപിടുത്തം നടത്തിയാൽ ഈ മൽപിടുത്തത്തിൽ ആരാണ് ജയിക്കുന്നത്? ആരാ ജയിക്കുന്നത്? ദൈവവും ഒരു പാവം മനുഷ്യനും തമ്മിൽ മൽപിടുത്തം നടത്തിയാൽ അതിനകത്ത് ആര് ജയിക്കും? ദൈവം ജയിക്കും, ഉറപ്പാണ്. ഇനി രണ്ടുപേര് തമ്മിൽ, ശ്രദ്ധിച്ചിരിക്കണം, രണ്ടുപേര് തമ്മിൽ മൽപിടുത്തം അടി കൂടുന്ന സമയത്ത് അടിയെല്ലാം കഴിയുമ്പോ എന്നെ വിടാൻ പറയുന്നാരാ? എന്നെ വിട്, എന്നെ വിടറാ, എന്നെ വിടറ എന്ന് പറയുന്ന ആരാ? ജയിച്ച ആളാണോ തോറ്റ ആളാണോ? ആരാ? ജയിച്ച ആള് പറയൂ എന്നെ വിടറാ, അയ്യോ കൊല്ലല്ലേ എന്നെ പറയുവോ? എന്നെ വിടാൻ പറയുന്ന ആരാ? തോറ്റ ആളാണ്. ശ്രദ്ധിച്ചിരിക്കണം, ദൈവവും യാക്കോബും തമ്മിൽ അടികൂടിയാൽ മൽപിടുത്തം നടത്തിയാൽ ആര് ജയിക്കും? ദൈവം ജയിക്കും, ശരിയാണ്. ഇനി എന്നെ വിടാൻ പറയുന്ന ആരാ? ജയിച്ച ആളാണോ തോറ്റ ആളാണോ? പക്ഷെ നമ്മൾ ഉൽപ്പത്തി 32 വായിക്കുന്നത് എന്നെ വിടാൻ പറയുന്ന ആരാന്നറിയാമോ? ദൈവമാണ്. അപ്പൊ ആരാ ഇതിനകത്ത് ജയിച്ചേ? അതാണ് പ്രശ്നം. അതായത് ദൈവവും യാക്കോബും തമ്മിൽ മൽപിടുത്തം നടത്തിയാൽ ദൈവമാണ് ജയിക്കേണ്ടത്. പക്ഷെ രാവിലെ ആവുമ്പോ ദൈവം പറയാണ് എന്നെ വിടറ 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 എന്ന് പറയാണ്. അപ്പൊ ആരാ തോറ്റേ? അപ്പൊ ഇത് അടിയാണെങ്കിൽ ദൈവം തോക്കുവോ? അപ്പൊ ഇത് അടിയല്ല. ശ്രദ്ധിച്ചിരിക്കണം, ഇത് അടികൂടിയതല്ല, മറിച്ച് ആ രാത്രി മുഴുവൻ യാബോക്ക് നദിയുടെ തീരത്തെ മണൽപ്പരപ്പിൽ മുട്ടിന്മേൽ നിന്ന് കൈകൾ വിരിച്ച് യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥനയിൽ മൽപിടുത്തം നടത്തി, പ്രാർത്ഥിച്ചു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ മുമ്പിൽ ആര് തോറ്റു? യാക്കോബിന്റെ മുമ്പിൽ ആര് തോറ്റു? ദൈവം. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച യാക്കോബിന്റെ മുമ്പിൽ ദൈവം തോറ്റു. എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ട് സഹിച്ച് ഈ രാത്രിയിൽ ഇവിടെ ഇരുന്ന് ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ നീ കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ നിന്റെ മുമ്പിൽ ആര് തോൽക്കും? തോറ്റു തരാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്റെ മുമ്പിൽ തോറ്റുതരും. രാത്രിയിൽ പ്രാർത്ഥിച്ച യാക്കോബിന്റെ മുമ്പിൽ ദൈവം തോറ്റു തന്നു. പ്രിയപ്പെട്ട ദൈവ വൈതലെ, ഈ രാത്രിയിൽ നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ മുമ്പിൽ തോറ്റു തരാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. എഴുന്നേറ്റ് നിൽക്കാം. നമ്മള് ഒരു ആരാധന നടത്തി ഇന്നത്തെ ശുശ്രൂഷ നമ്മൾ അവസാനിപ്പിക്കും. അപ്പോ നിങ്ങൾക്ക് ചെയ്യാവുന്ന വലിയൊരു ഉപകാരം ഇനി അടുത്ത് വരിക എന്നുള്ളതാണ്. അടുത്തോട്ട്, ഈശോയുടെ അടുത്തോട്ട് വരിക. ആരാധന നടത്തി, ഇനി വചന ശുശ്രൂഷയില്ല, ആരാധന നടത്തി ഞാൻ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അടുത്തേക്ക് വരണം, പരമാവധി ഈശോയുടെ അടുത്ത് വന്ന് നിൽക്കണം. എന്നിട്ട് നമ്മൾ കർത്താവിന്റെ അടുത്ത് ഈ കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്നാമത്തേത്, ഇന്ന് രാത്രി നീ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ നീ നാളെ മുതൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ സ്വർഗത്തിന്റെ ആശീർവാദം ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, നിന്റെ പ്രിയപ്പെട്ടവര് ദൂരെയാണെങ്കിലും നിന്റെ അടുത്താരുണ്ട്? നിന്റെ ദൈവം നിന്റെ അടുത്തുണ്ട്. മൂന്നാമതായി ഞാൻ പറഞ്ഞത്, നീ പ്രാർത്ഥനയിൽ ഒരു മൽപിടുത്തം നടത്തിയാൽ നിന്റെ മുമ്പിൽ തോറ്റുതരാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ട മകനെ, മകളെ, കർത്താവിന്റെ മുമ്പിൽ ഏറ്റവും നിഷ്കളങ്കതയോടെ ഇപ്പോൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ആരാധന നടത്തുന്ന സമയത്ത് സർവശക്തനായ ദൈവം നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈശോയാണ് നമ്മൾ ആരാധിക്കുന്നത് തിരിച്ചറിയണം. ഈ രാത്രിയിൽ പുറത്ത് മഴ പെയ്യുന്നത് പോലെ നമ്മുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹത്തിന്റെ മഴ പെയ്യും. നീ അത് വിശ്വസിക്കണം കേട്ടോ. നമ്മൾ വേറെ ആരെയും നോക്കണ്ട, മറ്റുള്ളവരെ ഒന്നും ശ്രദ്ധിക്കണ്ട. നമ്മൾ കർത്താവിനെ ഹൃദയം കൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം, കണ്ണുകളടയ്ക്കാം. പ്രിയപ്പെട്ട മക്കളെ, ദൈവം നിന്റെ തീരുമാനങ്ങളെ ആശീർവദിക്കും.